നടന്ന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീൽ ചെയറിലാണ് ഇവിടെ വന്നത്. അവിടുന്ന് വലിച്ച് ട്രാക്ഷൻ ചെയ്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. റിസൾട്ട് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ കഴിയും. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഈ ഇത്ര ദിവസം ചെയ്ത ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വളരെ ഹാപ്പിയാണ്. പെയിനുകളെല്ലാം റിലീഫായി. ഇപ്പം നല്ലോണം നടക്കാൻ പറ്റും. പക്ഷെ എനിക്കത് ഒരു 3 days കഴിയുമ്പോൾ തന്നെ എനിക്ക് പെയിൻ മാറി. പക്ഷേ കണ്ടിന്യൂസ് അതൊരു 9 days ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. നന്നായിരുന്നത്. എത്ര വർഷം ചെയ്തിട്ട്? 5 വർഷം. ഒരു പ്രശ്നമില്ല, ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. പനിക്ക് പോലും മരുന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. 2 ഡോക്ടർ ദമ്പതിമാരുടെ ഒരു സ്വപ്നമാണ് ഈ ബാക്കിൽ കാണുന്നത്. അതിന് ഒരു പേഷ്യൻറ്റിനോട് എത്രമാത്രം നീതി പുലർത്താം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ 2 പേര്. അതായത് ഏത് രോഗത്തിനും ഇവിടെ ചികിത്സയുണ്ട്, ആ രോഗത്തിനൊക്കെയുള്ള മരുന്ന് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ സഞ്ജീവയുടെ പ്രത്യേകത. രഞ്ജിത്ത് ഡോക്ടറെ, ഇതിപ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റ് എന്താ പ്രശ്നം എന്താണ് ആക്ച്വലി? അദ്ദേഹത്തിന് L4, L5S1 ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നമായിട്ടാണ്. നടുവേനയാണ്, ഡിസ്ക് ബൾജ്ഡാണ്. L4, L5ഉം L5S1ലും ഡിസ്ക് ബൾജുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കേസാണ്. ഇത് ആക്ച്വലി ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്ന സാധനം മാറുമോ? ആക്ച്വലി ഇത് ഡിസ്ക് ബൾജ് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഡിസ്ക് ബൾജ് അത് നമുക്ക് ഡിസ്ക് ആരുടെ, ഇപ്പോൾ എൻ്റെ ആയാലും വേറൊരാളുടെ ആയാലും വർഷങ്ങൾക്ക് നമ്മൾ ഈ ഇയർ ആൻഡ് ഇയറുമായിട്ടും യാത്രകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുവിധപ്പെട്ടവരുടെ എല്ലാം ഡിസ്ക് ബൾജിൽ തന്നെയാണ്. ആ ഡിസ്ക് ബൾജ് നമുക്ക് പ്രശ്നത്തിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾജായി അതിൽ സൈഡിലൂടെ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡിസ്കുകളിൽ നെർവുകളിൽ ഇത് തട്ടിയിട്ട് അവിടെ ഇൻഫ്ലമേഷൻ വരും, നീർവീഴ്ച വരും, നീരാവും. അപ്പോൾ നീരടിക്കുന്ന സമയത്ത് സിവിയർ പെയിൻ കാലിലേക്ക് പോവുകയും നടുവിനും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് 11-ാമത്തെ ദിവസമായി. ഇനി അപ്പം ഓൾറെഡി പെയിൻ കഴിഞ്ഞു, ഇപ്പോൾ ആൾറെഡി നല്ല വേദന കുറഞ്ഞു, പേഷ്യൻ്റ് വളരെ കംഫർട്ടാണ്. ഇപ്പം നമ്മൾ ഒന്നുകൂടെ ആ ഒരു അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ആൾ ഹാപ്പിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സംഭവം. ഇനി ചെയ്യാൻ പോകുന്ന നമ്മൾ ഇപ്പോൾ അലൈൻമെൻറ്റോടെ കറക്റ്റ് ചെയ്തിട്ട് മസിൽ സ്ട്രെങ്തനിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അതായത് ഒരു റിജുവനേഷൻ എന്നുള്ള രീതിയിലേക്ക് അത് പോകും. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഡിസ്ക് സംബന്ധമായ രോഗങ്ങളെയാണ് പ്രധാനമായിട്ടും കിട്ടുന്നത്. ഇവിടെ കൂടുതൽ വരുന്നതും സർവൈക്കൽ പെയിൻ, ബാക്ക് പെയിൻ ബന്ധപ്പെട്ട കേസുകളാണ്. ഷിഹാബ് എന്നല്ലേ പേര്? ഞാൻ ചോദിച്ചില്ലേ, വന്ന സമയത്തെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു 1 സൈഡ് ചരിഞ്ഞാണ് വന്ന അവസ്ഥയായിരുന്ന പറഞ്ഞത്. അത്രയും പെയിൻ ആയിരുന്നു. സിവിയർ പെയിൻ ആയിട്ട് അവിടെ വന്നു. ഞാൻ സാഹചര്യം ഒരു സൈഡ് എൻ്റെ കാലിൻ്റെ ഫുള്ള് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫുള്ള് പെയിനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്താനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് അവിടെ വെച്ചിപ്പോൾ ഒരു സിവിയർ പെയിൻ ഉണ്ടായി. എനിക്ക് അങ്ങനെ ടോയ്ലറ്റ് ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നടക്കാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടുന്ന് ട്രിവാൻഡ്രത്താണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിംസ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഒരു ഓർത്തോപീഡിക് സർജനെ കാണിച്ചപ്പോൾ അവർ സർജറി റെക്കമെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സഞ്ജീവനിയിൽ. അങ്ങനെ പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് റെഫർ ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഈ ഇത്ര ദിവസം ചെയ്ത ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വളരെ ഹാപ്പിയാണ്. പെയിനുകളെല്ലാം റിലീഫായി. ഇപ്പം നല്ലോണം നടക്കാൻ പറ്റും. രാവിലെ എല്ലാ ദിവസവും ഡോക്ടർ എന്നെ കൊണ്ട് യോഗ ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം ഇരുന്ന് ചെയ്യാൻ പറ്റും. എല്ലാം ഭയങ്കര പെർഫെക്റ്റായി. എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നോർമലായി. ഒരു പെയിനും ഇല്ല. ഇപ്പം എല്ലാം നോർമലായി. 11 ദിവസം കൊണ്ട് നോർമലായി. ഡോക്ടറെ, ഞാനിവിടെ നോക്കിയപ്പോഴേ മറ്റൊരു കാഴ്ച കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. അത് വേറെ ഒന്നുമല്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഓരോ പേര് എഴുതിയിട്ടാണ് ഇവിടെ രാധാകൃഷ്ണൻ, രാജൻ, ഇത് ഷിഹാബ്. ഇത് പല എണ്ണകളും പല നിറമാണ് പലർക്കും. നോക്കിയേ, ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? എന്താ? ഓരോരുത്തർക്കും ഓരോ നിറം, ഓരോ കേസിനനുസരിച്ച്. അറിയാലോ, ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ എക്സ്റ്റേണൽ തെറാപ്പിക്കാണ് കുറച്ച് പ്രാധാന്യമുള്ളത്. ഈ ബാക്ക് പെയിൻ, സർവൈക്കൽ പെയിൻ പോലുള്ള കേസുകളിൽ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്, കേരളീയ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളെന്ന് പറയും. ഈ കേരളീയ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് ഈ ബാക്ക് പെയിൻ, സർവൈക്കൽ പെയിൻ പോലുള്ള കേസുകളിൽ കൂടുതൽ റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഈ ഇത്തരം കേസുകളിൽ ആളുകൾ പല ഭാഗങ്ങളിലും ജനങ്ങൾ കേരളത്തിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു റീസണും അതാണ്. നമുക്ക് എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് ആളുകൾ? നമുക്ക് പല ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ തന്നെ എനിക്ക് 25 ഇയേഴ്സിൻ്റെ ക്ലിനിക്കൽ ചികിത്സാ പാരമ്പര്യമുള്ള ഒരു 25 വർഷം. സാർ എന്തിൻ്റെ പ്രശ്നമായിട്ട് വന്നത് ഇവിടെ? എനിക്ക് ബേസിക്കലി ഞാൻ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 6 മണിക്ക് തുടങ്ങിയാൽ മിഡ് നൈറ്റ് വരെ പോകും. പിന്നെ നിൽക്കുക, നടക്കുക, ഇതൊക്കെയാണ് റോഡിൽ. എൻ്റെ പ്രശ്നം കൂടുതൽ കാലിലാണ്. അപ്പോൾ പലപ്പോഴും നേരത്തെ എനിക്ക് പ്രശ്നമുണ്ടായി, തൈക്ക് പ്രശ്നമുണ്ടായി, നടക്കുമ്പോൾ പെയിൻ ഉണ്ടായി.
അങ്ങനെയാണ് ആദ്യം വരുന്നത് ഇവിടെ. എത്ര നാൾ മുമ്പ് സാർ ആദ്യം വന്നത്? 6 വർഷമായി കാണും. 6 വർഷമായി ഇവിടെ കാണും. അന്ന് ഈ ബിൽഡിംഗ് തുടങ്ങി ആയിട്ടില്ല, പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു വേറെ ബിൽഡിങ്ങിലായിരുന്നു, അവിടെ ട്രീറ്റ് ചെയ്തു. പക്ഷെ എനിക്കതൊരു 3 days കഴിയുമ്പോൾ തന്നെ എനിക്ക് പെയിൻ മാറി. പക്ഷേ കണ്ടിന്യൂസ് അതൊരു 9 days ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, നന്നായിരുന്നത്. ഇപ്പൊ സാർ വന്നിരിക്കുന്നത് എനിക്ക് ഇവിടെ ഈ ഇതില്ല, ഇവിടുത്തെ ഹീലിന് ചെറിയ പ്രശ്നമുണ്ടായി, ചെറിയ സ്വെല്ലിംഗ് ഉണ്ട്, പെയിനും ഉണ്ട്. അതൊരു പെട്ടെന്ന് തുടങ്ങിയാണ്. നേരത്തെ ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ദിവസം ഷൂട്ടിംഗ് പെയിൻ ഉണ്ടായി. അപ്പം നടക്കാൻ പ്രയാസമായി. അങ്ങനെ നേരത്തെ ഡോക്ടർ അറിയാം, അതുകൊണ്ട് ഇവിടെ വരുന്നു. നമുക്കിപ്പം ഒരു 1 week ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പം ഒരു ഓക്കെയാണ്. എങ്കിലും ഒരു കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സാറിന് എന്താ ആക്ച്വലി ഇഷ്യൂ എന്താ സാർ? ഇപ്പോൾ വന്നിരിക്കുന്ന കാൽക്കല്ലിൽ ടെൻഡൻ്റെ നിർവഹിച്ചായിട്ടാണ് ഒരു സ്ഥിരമായിട്ട് നീക്കുകയും നടക്കുകയും ചെയ്തിട്ട് കുറച്ച് കയറ്റവർക്കുള്ള അടുത്തൊക്കെയുള്ള പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു നല്ല നിർവീഴ്ച ഉണ്ടായി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻറ്റും ഇന്റേണൽ മെഡിസിനും അതുപോലെ തന്നെ അതുപോലുള്ള കേരളീയ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് ഒരു 100% ഇപ്പം മാറിയിരിക്കുകയാണ്. അപ്പോൾ 1-2 ദിവസത്തിനകത്ത് സാറ് ഡിസ്ചാർജ്. ട്രീറ്റ്മെന്റ് ഉള്ള ചേച്ചിയാണ്, പക്ഷെ പറയാനുള്ള ചേട്ടനാണ് അല്ലേ? ആക്ച്വലി ആദ്യം ആരാ ഇവിടെ ട്രീറ്റ്മെന്റ് വന്നത്? ഞാനാണ് ട്രീറ്റ്മെൻറ്റിന് വന്നത്. എത്ര നാൾക്ക് മുമ്പ്? 5 വർഷത്തിന് മുമ്പ്. എനിക്ക് കുഞ്ഞൊന്നും എടുക്കാനൊക്കത്തില്ലായിരുന്നു. നടുവേദനയ്ക്ക് മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെ എല്ലാം സർജറിക്ക് വേണ്ടി റെഫർ ചെയ്ത കേസായിരുന്നു. നെഞ്ച് ഡോക്ടർ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് നമുക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദീപാവലിയുടെ അവധി സമയത്ത് ഇവിടെ വന്ന് കിടക്കുകയും 1 മാസത്തെ ട്രീറ്റ്മെൻറ്റോടുകൂടി പൂർണ്ണമായിട്ട് നടുവേദന മാറി എനിക്കിപ്പോൾ കുനിഞ്ഞെടുക്കുകയും ഓടുകയും ജമ്പ് ചെയ്യാനും എല്ലാത്തിനുള്ള പറ്റും അവസരം ഉണ്ടാക്കി തന്നു. വന്ന അവസ്ഥ എന്തായിരുന്നു? വന്നപ്പോൾ എനിക്ക് കുനിഞ്ഞൊന്നും എടുക്കാനൊക്കത്തില്ലായിരുന്നു. ഏന്തിയാണ് നടക്കുന്നത്. ഇച്ചിരി നേരം കിടന്നു കഴിഞ്ഞാൽ മൂന്നിരിക്കണമെങ്കിൽ ഒരു സഹായമാണായിരുന്നു. വണ്ടി ഓടിക്കാനൊക്കത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. ഫുൾ വീട്ടിൽ തന്നെ അവസ്ഥയായിരുന്നു. അപ്പം ഈ ഇവിടെ വന്ന് എപ്പോൾ എത്ര വർഷം ചെയ്തിട്ട്? 5 വർഷം. ഒരു പ്രശ്നമില്ല, ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. പനിക്ക് പോലും മരുന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഫുൾ ഇവിടെയായി. ഇപ്പം വൈഫിന് എന്തായിരുന്നു പ്രശ്നം? വൈഫിന് കൈപ്പോയത്തും പെടലിക്കും വേദന. എന്തായിരുന്നു വരുമ്പോൾ പ്രശ്നം? എന്തായിരുന്നു? ഈ കൈപ്പശത്ത് വേദനയായിരുന്നു. ഒന്നും ചെയ്യാൻ എടുക്കാൻ പിടിക്കാൻ അടുക്കള പണി നടക്കത്തില്ല, ഒക്കത്തില്ലായിരുന്നു. കൈക്ക് പെരുപ്പുണ്ടായിരുന്നു, പിന്നെ കാലിന് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചിരി ഇതായിട്ടാണ് വന്നത്. ഇപ്പം എത്ര ദിവസമായി? ഇപ്പം 10 ദിവസമായി. ഓക്കെയാണ് ഇപ്പം? ഓക്കെ, പെരുപ്പൊക്കെ മാറി. പെരുപ്പൊക്കെ മാറി. അല്ല കുടുംബം മൊത്തം ഇവിടെ അപ്പോൾ അവർ മൊത്തത്തിൽ അവരിവിടെയാണ് ഇവിടെ വന്നതിന് തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ഈ ജനങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആത്മബന്ധം കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ഒരു സ്ഥലത്തേക്ക് കൊടുക്കുന്ന ഫുഡിന്റെ രീതി നോക്കിയാൽ മതി. ഹൈജീൻ ആൻഡ് ക്ലീൻ, അത് കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. ഇതാണ് സഞ്ജീവനിയുടെ നമ്മുടെ റൂം സെക്ഷനാണ്. നോക്കിയാൽ ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര നീറ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഒരു റിസോർട്ട് ഫീലാണ് നമുക്ക് തരുന്നത് ഇവിടെ. ഇത് നമ്മുടെ സൂട്ട് റൂമാണ്. സൂട്ട് റൂമിൻ്റെ കയറുന്ന കാണാൻ പറ്റും. നോക്കിയാൽ കയറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്പേസ്, ഒരു ഹാള് പോലെ അല്ലേ, ഒരു ലിവിങ് ഏരിയ. അവിടെ നിന്ന് വന്നാൽ ഇവിടെ ഒരു ബെഡ് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും ഒരു ബെഡ് സ്പേസ് ഉണ്ട്. അതായത് എനിക്കൊന്ന് ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് വരുന്നത്, ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻസും ഒക്കെ ധാരാളം പേര് വരുന്നുണ്ട്. അറബ്സും വന്നു. ഇപ്പോൾ 1 month ബിഫോർ ഒരു അറബ് ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ടാബ്ലറ്റ് സെഷനാണിത്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള പഴയ ഉരുട്ടിയെടുക്കുന്ന ഗുളികകളായിരുന്നല്ലോ നമ്മുടെ ആയുർവേദത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ മെക്കാനൈസേഷനിലൂടെ ടാബ്ലറ്റ് ഫോമിലേക്ക്, നമ്മുടെ ഈ പാരസെറ്റമോൾ പോലെയൊക്കെയുള്ള ടാബ്ലറ്റ് ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ടാബ്ലറ്റ് ഫോം. ഇതിപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗുളികകളാണ്. ഇതിപ്പം ഒബേസിറ്റിക്ക് വേണ്ടിയുള്ള തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് വളരെ വളരെ റിസൾട്ട് ടാബ്ലറ്റ് ഫോം. നമ്മളെ കഷായം വെച്ചിട്ട് അതിനെ കുറുക്കി അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിനെ ടാബ്ലറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് വണ്ണം കുറയ്ക്കാനും വളരെ നല്ല പൊട്ടൻഷ്യലുള്ള ട്രീറ്റ്മെന്റ് നമുക്കുണ്ട്. ഒരു 3 weeks പാക്ക്, 21 days ഒരു പാക്കിൽ നമ്മൾ വെയിറ്റ് കുറയും, ഡയബറ്റീസ് കൺട്രോൾ ആവും, കൊളസ്ട്രോൾ കൺട്രോൾ ആയി. വളരെ റിസൾട്ടീവ് ആയിട്ടുള്ളൊരു അടിപൊളി. അത് നോട്ട് ചെയ്യട്ടോ, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മെഡിസിൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന മെഡിസിൻ ആണ്. ഇവിടെ ഇങ്ങനെ ഇത് അത് മാത്രം പലതുണ്ട്, അതാ എല്ലാം ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പം നമുക്ക് ഇതിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഷുഗർ കൺട്രോൾ ആവുന്ന ഗുളികയാണ്. നമ്മുടെ ഷുഗർ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാബ്ലറ്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. ആ ഷുഗറിന്റെ മെഡിസിൻ ആണ്, ഷുഗറിനുള്ള ഗുളിക. ഇത് കാണാൻ മാത്രമേ ഉള്ളൂ. നമ്മള് ആലോചിക്കണ്ടേ, ഓക്കെ ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാല് ഫുൾ അടുപ്പേ കിടന്നിരിക്കുന്ന മുഴുവൻ കഷായം നടക്കുന്നത്. ഇത് കഷായം, ഇത് കഷായം, അവിടെ ഇവിടെ മുഴുവനും ഭക്ഷണം നടന്നിരിക്കുക. ഡോക്ടറെ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ എന്തിന്റെ കഷായം? ഇത് നമ്മള് ഒന്ന് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിനുള്ളതാണ്. അടുത്ത ഒരു ബാച്ച് കഷായം ഇട്ടിരിക്കുന്നത്. അത് ഇത് നമ്മൾ
ടാബ്ലറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഡയബറ്റീസിനുള്ളതാണ്. ഇത് ഇത് ഈ പറഞ്ഞ പോലെ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട്, സന്ധിവാതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഷായം, വാതരോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഷായം. സ്പെഷ്യൽ മെഡിസിൻ ഉണ്ട്, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവിടെ. വാദ സംബന്ധമായ എന്ത് രോഗത്തിനും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. അത് രക്തവാദം എന്ത് വാദമാണെങ്കിലും അതിനുള്ള സംഭവം ഇവിടെ ഉണ്ട്. അതിനുള്ള മെഡിസിൻ ആണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുകുമാരൻ കഷായം. അതെ അതെ. അതായത് വയറ് സംബന്ധമായ രോഗങ്ങളിലും ഗൈനക് പ്രോബ്ലത്തിനൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കഷായം. ഇത് നമ്മൾ അടുത്ത ബാച്ച് തൈലം ചെയ്യാൻ വേണ്ടിയിട്ട്, എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള കഷായം പ്രിപ്പയർ ചെയ്യണം. കഷായം പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിഷ് പാനിലേക്ക് മാറ്റിയിട്ട് തൈലം ഒഴിച്ച് അതിൻ്റെ പിന്നെ കൽക്കമൊക്കെ ഉണ്ട് അതെല്ലാം അവിടെ ചേർത്തിട്ട് നമ്മൾ തൈലങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹോസ്പിറ്റൽ ആവശ്യത്തിനുള്ള തൈലങ്ങളാണ് കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ അവരുടെ ആവശ്യത്തിന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് ഏത് രോഗത്തിനും ഇവിടെ ചികിത്സയുണ്ട്, ആ രോഗത്തിനൊക്കെയുള്ള മരുന്ന് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ സഞ്ജീവയുടെ പ്രത്യേകത. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഈ താഴേക്കാൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 2 പേരും ഇവിടെ ഫുൾ ടൈം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടി 3-4 ഡോക്ടർമാർ വേറെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു കാണാം. അതുവരെ ബൈ ബൈ.